അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസം ഒന്ന് ചെറുക്കര പാളിക്കണ്. പാളലല്ല, ഇന്നലെ വന്ന് കിടന്നപ്പോൾ 1 മണിയായി. അപ്പോൾ ഇന്ന് എണീച്ചപ്പോൾ 1 മണിയായി. അപ്പം മമ്മി പറഞ്ഞു രാവിലത്തെ ഫുഡില്ല, ഉച്ചക്ക് എണീച്ചാൽ ഉച്ചക്കത്തെ ഫുഡ് കിട്ടുള്ളൂ, രാവിലത്തെ ഫുഡ് കിട്ടില്ല. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡിന് വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഗസ്റ്റ് ഉണ്ട്, 5 ഗേൾസാണ് പറഞ്ഞപ്പോൾ അശ്വൻ പോവാറിന്. അപ്പോൾ അശ്വൻ പോയിക്കണ്. ഒരു അടിവാരം എത്തിയെന്നാണ് പറഞ്ഞത്. പക്ഷേ ബ്ലോക്ക് ആയിരിക്കും, ചുരം നല്ല ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ടൈം എടുക്കും. അപ്പോൾ അശ്വൻ പോയിട്ട് അവിടെ പോസ്റ്റ് ആയിക്കണേ തോന്നണേ. ഇനിയിപ്പോൾ പോയിക്കണോന്ന് തന്നെ അറിയില്ല. അപ്പോൾ അങ്ങനെയാണ് തുടക്കം. അപ്പോൾ ഇന്നത്തെ തുടക്കം നന്നാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഇപ്പോൾ എന്താ പറയുള്ളത്, അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ തുടങ്ങുകയാണ്. മൂന്നാമത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ സെയിം കണ്ടൻ്റ് ആയിരിക്കും, ഡിഫറെൻ്റ് ആംഗിളിൽ നിന്ന് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇത് ഡ്രസ്സ് ചെറുങ്ങനെ ചേഞ്ച് ആവും, അല്ലാണ്ടൊന്നും നടക്കാൻ പോകണില്ല. പിന്നെ ഒരു 10 ദിവസം ഇങ്ങനെ അടുപ്പിച്ച് ഇടണം എന്നല്ലോ എന്നുള്ളൊരു ഇതിൽ എടുത്തിടുകയാണ് എന്തെങ്കിലുമൊക്കെ. ഇതിപ്പോൾ ആരും കാണൂലെന്ന് എനിക്കറിയാം. മീൻസ് നമ്മുടെ കൂട്ടത്തിൽ എൻ്റെ പുരയിൽ ഞാൻ എല്ലാവരും കൊണ്ടും കേൾപ്പില്ല. എൻ്റെ പുരയിൽ എല്ലാവരും ഞാൻ കാണിപ്പിക്കും. ഒന്നല്ലേ ഞാൻ ടി വിയിലിടും. കണ്ടോ, ടി വിയിലിട്ടിട്ട് ഞാൻ തന്നെ ഇരുന്ന് കാണും. ഏത് അല്ല പിന്നെ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. മമ്മീജി പറഞ്ഞത് എന്താ വെച്ചാൽ ഉച്ചക്കത്തെ ഫുഡില്ല, അല്ല രാവിലത്തെ ഫുഡില്ല, ഉച്ചക്ക് എണീച്ചാൽ ഉച്ചക്കത്തെ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉച്ചക്കത്തെ തിന്നാ. ഉമ്മച്ചിനെ കൊണ്ട് ബാങ്കിക്ക് വന്നാണ്. ബാങ്കിലെന്തോ അക്കൗണ്ട് ഫ്രീസ് ആയിക്കണേ. അപ്പോൾ റെഡിയാക്കാൻ വന്നു. അപ്പം ഉമ്മച്ചിനെ ബാങ്കിൽ, ഉമ്മച്ചി നെയ്സിന് എൻ്റെ അടുത്ത് ഫോമില്ല. ഞാൻ നമുക്കുണ്ടോ ഫോം ഫില്ല് ചെയ്യാൻ അറിയണേ. ഞാനെന്താക്കി, പള്ളിക്ക് എന്തായാലും 3 മണിയാവാനായി. ഞാൻ വെറുതെ ലുഹർ കഥാക്കണേ. പള്ളിക്ക് വരാച്ച്, പള്ളിയിലാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് കാണാം. എന്തോ കാട്ടി കൂട്ടിയിട്ടേ അക്കൗണ്ടാണ്ട് ഫ്രീസ് ആക്കി വെച്ചിങ്ങനെ. ഇപ്പോൾ ബാങ്കിൽ ഇരിക്കണോക്ക് കുറേ സാധനങ്ങളും ഉണ്ട്. അക്കൗണ്ടാണ്ട് ഫ്രീസാക്കി ബാങ്കിലാണുള്ളത്. എന്താ കാട്ടിയ വെച്ചാൽ ഒന്നും അറിയില്ല. അയ്യോ, ഇപ്പോൾ വരാറുണ്ട്, പൈസ എടുക്കാറുണ്ട്. ഡെയിലി ഇങ്ങനെ ഓരോ പോസ്റ്റ് അറിയുക, അതൊക്കെയാണ് ഉമ്മച്ചൻ്റെ ഒരു ഹോബി. നിങ്ങളെ കാണൂല, തിരിഞ്ഞൊന്നും ഇരിക്കണ്ട, എന്നേ കാണുള്ളൂ. അത് ശരി, എന്നിട്ട് തിരിഞ്ഞാണ്ടിരിക്കണം. എന്താ ഇപ്പം ചെയ്യുക? ഇത് എൻ്റെ അക്ഷയ പോണം. അതിനുള്ള നേരം ഉണ്ടാവില്ല, അവിടെ ഗസ്റ്റ് വരുന്നുണ്ട്. ആ അക്ഷയ പോ. പാൻ കാർഡിന് നാളെ കൊടുക്കാം, ഗസ്റ്റ് ഉണ്ട്. എന്തൊക്കെ ഇടങ്ങേററിയോ? വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒറ്റക്ക് വണ്ടി എടുത്ത് വരിക ആവില്ല, അതാണ് പ്രശ്നം. എന്താ ചെയ്യുക? ഇതാണ് ഡെയിലി പണി. ഇപ്പോൾ ചൂലിടിക്കുക, അടിച്ചു വരിക. ഒരുത്തൻ താഴെ അടിച്ചു വരുന്നുണ്ട്. കഴിച്ചിലാക്കട്ടെ, അല്ല ഇപ്പം എന്താ പറയുക, അടിക്കുക. അശ്വിനൊക്കെ പൊലീവിലാണ്. അശ്വിനൊക്കെ എന്താ പറയുക, ഫുൾ കോസ്റ്റ്യൂമിൽ ഇറങ്ങിയിരിക്കുകയാണ്. എന്നാൽ അത് അടിച്ചുവരി കഴിഞ്ഞിട്ട് കാണാം. വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവട്ടെ. നിങ്ങളൊരു വേർഷൻ, അതായത് നമ്മൾ ചെക്കന്മാർ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് പോയാൽ ഉണ്ടാവുക, അതിൻ്റെ സെയിം വേർഷൻ്റെ ഫീമെയിൽ വേർഷൻ ഉണ്ട് ഇപ്പം നമ്മളെ ഇതിൽ പ്രോപ്പർട്ടിയിൽ. നമ്മളെങ്ങനെയാണ്, ഞാൻ ഒന്നാമത് ഡീൽ ചെയ്യാൻ പോയില്ല. കാരണം എനിക്ക് മനസ്സിലായി ഓര് എന്ത് കുറക്കാറ്, ഞാൻ കുറക്കും. എനിക്ക് അങ്ങനത്തെ ഒരു സൂക്കറില്ല. കാരണം ഓലെന്തെങ്കിലും വിചാരിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പറയൂലേ കാക്ക ഒന്ന് കുറക്കിയാക്കാം, നമ്മൾ ഇങ്ങനെയൊക്കെ വരിക. അത് സെയിം എനിക്ക് നമ്മളെ തന്നെയാണ് നമ്മളവിടെ കാണുന്നത്. പക്ഷെ അത് ഗേൾസാന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല രസമുണ്ട്. കറക്റ്റ് നമുക്ക് കാണാൻ പറ്റട്ടോ, ഒരു മിറർ ആയിരിക്കും. എങ്ങനെയാണ് സിറ്റുവേഷൻ, സെയിം സിറ്റുവേഷന് കിടക്കുക. അശ്വിൻ ഡീൽ ചെയ്യുന്നുണ്ട്, അതാണ് വലിയൊരു സമാധാനം. അശ്വിൻ കൂടി ഇല്ലെങ്കിൽ ഞാൻ തൊലിഞ്ഞാനേ. ഇനി ക്യാമ്പ് ഫയർ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാത്രി ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും. ക്യാമ്പ് ഫയർ എത്തിച്ചെടുക്കുക. ക്യാമ്പ് ഫയർ കത്തിക്കണല്ലേ വിഷയം. വിറകില്ല, അത് വിറക് എവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ് നമുക്കറിയാത്തത്. ക്യാമ്പ് ഫയർ സെറ്റാക്കി കൊടുക്കേണ്ടി വരും. ഫുഡ് പിന്നെ പ്ലേറ്റ് വേറെ കൊടുക്കേണ്ടി വരും. കസാര വേണ്ടി വരും. ഓക്കെ, എന്നാൽ ശരി. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. ഒരു ദിവസം തികക്കാൻ എന്തൊക്കെ കാണും. ഇത് ചലഞ്ച് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മതിയാക്കണം. ഇന്നലത്തെ അവിടെ തന്നെ മതിയാക്കണം. പിന്നെ ഞാൻ ഇന്നെ തന്നെ ഒന്ന് നന്നാക്കാൻ വേണ്ടി കൊണ്ടാണ് ഇത് ചെയ്യണേ.
അല്ല അപ്പോൾ ഒരാവശ്യം ഉണ്ടായിട്ടല്ല, വെറുതെ എന്തെങ്കിലും ഒരു ചലഞ്ച് നമുക്ക് തന്നെ തന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം കിട്ടൂലേ, ആ സുഖം കിട്ടുമോ നോക്കാൻ വേണ്ടി ചെയ്യണം. എന്തായാലും കാണാം. ഇത് മൂന്നാമത്തെ ദിവസം ചർച്ച്. പിന്നെ ഇന്നലെ രാത്രിയാണ് പുരയിൽ കയറി. അപ്പോൾ ഇന്ന് രാവിലെ കളിക്കാൻ പോകാൻ പറ്റില്ല. തോറ്റ ടീമാണെങ്കിൽ വെല്ലുവിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ ചിലപ്പോൾ അതിൻ്റെ ഒരു റിവെഞ്ച് ഉണ്ടാവും. അതാണെങ്കിൽ നാളത്തെ വ്ളോഗ് കാണാം. ഇത് വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലേ, എന്താ ചെയ്യുക. പിന്നെ ഒരു ടെൻഷനില്ലാത്ത എന്താ വെച്ചാൽ അറിയണവരെ ഇത് കാണുള്ളൂ. അപ്പോൾ അറിയാം എന്തായാലും, എൻ്റെ സ്വഭാവം പറയും. അപ്പോൾ വലിയ വിഷയമല്ല, ഞാൻ അങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇതിലുള്ളത്. അപ്പോൾ വലിയ വിഷയമല്ല, നോക്കി നോക്കാം എന്താ അവസ്ഥ എന്ന്. അപ്പം ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. എന്തൊക്കെയല്ലേ ഇടങ്ങേറിയെന്ന് ഞാൻ പറയില്ല. ഈസിക്കളി കുപ്പി വാങ്ങാൻ വന്നാൽ ഇതേമാതിരിക്ക് ഒരു ടീസ്പൂൺ വാങ്ങാം. ഏത് ടീസ്പൂൺ കൊടുത്തു, അത്ര വലുത് വേണ്ട, കുറേ ഇടേണ്ടി വരും. ഇത് മതി. ഓക്കെ, ഇതൊക്കെ അങ്ങോട്ടുള്ളതാണ്. ഇപ്പോഴാണ് ഇതൊക്കെ ഓർമ്മ വരിക. ഓരോരുത്തർ പറയുമ്പോഴാണ് ഓർമ്മ വരിക. കഷ്ടപ്പെട്ടാലേ വിജയിക്കൂന്ന് ഇറങ്ങണേ. ഈ കഷ്ടപ്പാടിലാണ് നമ്മൾ എന്താ ചെയ്യാ. വണ്ടി കണ്ടിട്ട് ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഹലോ, ശരി, അവിടെ എത്തിയിട്ട് കാണാം. അശ്വിനൊക്കെ എന്താ ആത്മാർത്ഥത അറിയോ തന്നെ ഗസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ നോക്കാം ഇൻഷാ അല്ലാ. ഇന്നത്തെ കഴിഞ്ഞിക്കണി ഫുൾ മൂൺ ഉണ്ട് പറഞ്ഞ്, ഫുൾ മൂണൊക്കെ ഉണ്ടോളി, തിളങ്ങുന്നുണ്ട് മൂണ്. അപ്പോൾ ശരി, ബൈ, നാളെ കാണാം ഇൻഷാ അല്ലാ.